ഹലോ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ നോമ്പും ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അധികം സ്പെഷ്യലുകളൊന്നുമില്ല. കാരണം ഇന്നലെ തന്നെ ഉണ്ടാക്കിയതൊക്കെ ബാക്കിയായിരുന്നു. ഉണ്ടാക്കുമ്പോൾ കുറേ അങ്ങ് ആക്കി. പക്ഷേ കഴിച്ചിട്ട് എന്താ പറയുക, വെള്ളം കുറേ കുടിച്ചു, ഫ്രൂട്ട്സ് കുറേ തിന്നു എന്നല്ലാതെ നമ്മൾ പൊരിച്ചതും കടികളും അങ്ങനെ കാര്യമായിട്ടൊന്നും തിന്നാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ കുറച്ച് ഇളയ ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്ക, 2-3 അല്ലി ഏലക്ക, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ കുടിക്കുക. ഇതിൽ വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയും ഇടാം കേട്ടോ. ഞാൻ പക്ഷേ ഇഞ്ചി ഇട്ടിട്ടില്ല. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് ഞാനൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഡ്രിങ്കാണ് ഇത്. എത്ര കുടിച്ചാലും അങ്ങനെ മടുപ്പ് വരില്ല. അപ്പോൾ ഞാനിതാ അതിലേക്ക് കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടിൽ കസ്കസ് ഇട്ടിട്ട് ഞാൻ അരിച്ചു വെച്ച ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് കാര്യമായിട്ട് കുറേ ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. കൂടുതലും ഫ്രൂട്ട്സിൽ തന്നെയാണ്, ഫ്രൂട്ട്സും ജ്യൂസും തന്നെയാണ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണക്കടികൾ കുറേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഷിമിക്ക പറഞ്ഞു, ഇത്ര അധികം ഒന്നും ഉണ്ടാക്കണ്ട, 1-2 കടികൾ ഉണ്ടാക്കിയാൽ മതി, അധികം കഴിക്കാൻ നിൽക്കണ്ട, ഫ്രൂട്ട്സ് കഴിക്കാമെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റെസിപ്പി മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ ഡ്രിങ്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്ത വെള്ളം കുടിക്കാൻ നോമ്പ് തുറക്കുമ്പോൾ അതായിരുന്നു ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് അത് തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി അരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ബാക്കി ഉണ്ടായിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓട്ടടൻ്റെ റെസിപ്പി ഇപ്പോൾ മുൻപ് ചെയ്തിട്ടുണ്ട്, സിമ്പിളാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഞാനിതാ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു, കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ബാക്കി വന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചവിടെ വെക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ചുട്ടെടുക്കുന്നില്ല, കുറച്ച് നേരം അരച്ചവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ചുടുന്നുള്ളൂ. ഇനി നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ റോള് പോലെ തന്നെ ഉള്ളിലെ ഫില്ലിങ്സ് ഒരു കട്ട്ലൈറ്റിൻ്റെ ഒക്കെ പോലെ ഒരു ഫില്ലിങ്ങാണ്. പക്ഷേ കാഴ്ചക്ക് കുറച്ച് ഡിഫറെൻ്റായിട്ട് ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കളും നല്ലോണം കഴിക്കും. എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അത്ര വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ റോള് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാഴ്ചയിൽ ഉള്ളിലെ ഫില്ലിങ്സൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചോപ്പറിൽ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ സാധാരണ നമ്മുടെ കട്ട്ലൈറ്റിനൊക്കെ ഉണ്ടാക്കുന്ന മസാല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അത് ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ മസാല, നോർമൽ മസാല തന്നെ, അതിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ കാഴ്ചയിലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനൊന്ന് മാറ്റി പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ കട്ട്ലൈറ്റ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഒരു ഡിഫറെൻ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൽ ഞാൻ ഒന്നിതാക്കിയാണ്. പിന്നെ ഞാൻ ഉന്നക്കായ കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉന്നക്കായ്ക്കുള്ള. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് പഴുത്താലേ കറക്റ്റ് പെർഫെക്റ്റായിട്ട് ഉന്നക്കായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴമായിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു കടികൾ മാത്രം മതി എന്ന് വിചാരിച്ചു. ഇന്നലെ ഉണ്ടാക്കിയ കടികളൊക്കെ തീർന്നു, പക്ഷേ കറികളും കുറച്ച് ബാക്കിയായിരുന്നു. പിന്നെ നമ്മൾ ഗീ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് ബാക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കറിയൊന്നും സ്പെഷ്യലായിട്ട് വെക്കുന്നില്ല, ബീഫ് കറി തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ റെസിപ്പീസൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ള കറികളൊക്കെ തന്നെ കുറച്ചുണ്ട്, ഞാനെല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തിരുന്നു. ഒരു കാരണവശാലും ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കുക. എന്ത് ഫുഡ് ബാക്കി വന്നിട്ടുണ്ടെങ്കിലോ ഒന്നെങ്കിൽ ചൂടാക്കിയിട്ട് കുട്ടികൾക്കോ അയൽവാസികൾക്കോ കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. പിറ്റേ ദിവസം ഇഫ്താറിന് അതെന്തായാലും ചൂടാക്കിയിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും കേട് വന്നു പോകില്ല. ഫുഡ് ഒരിക്കലും നോമ്പാണ്, പഴയത് കഴിക്കണ്ട, ഫ്രഷ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേസ്റ്റ് ചെയ്ത് കളയരുത്.
അപ്പോൾ ഞാനിതാ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫില്ലിങ്സ് നിറയ്ക്കാനായിട്ട് ഞാൻ സമൂസേൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മൈദ കലക്കിയ ഒരു പശ പോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സമൂസേൻ്റെ ലീഫ് നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ലീഫ് രണ്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചിക്കൻ റോളൊക്കെ പോലെ തന്നെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. സിമ്പിളാണ്, കാണാനൊരു ഭംഗിയാണ്, പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പുറത്ത് ക്രിസ്പി ആയിട്ട് ഉള്ളിൽ കട്ട്ലൈറ്റിൻ്റെ ഒരു ഫില്ലിങ്സ് വന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ഫസ്റ്റ് കട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഓരോ ഷീറ്റും നടുവേ ഇങ്ങനെ മടക്കിയിട്ട് കറക്റ്റ് ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു തറ്റത്തായിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ മൈദേൻ്റെ കോട്ട് അതൊന്ന് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ റോളും ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് റോൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഷീറ്റ്സും റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ കടികളെ ഉണ്ടാക്കിയിട്ടുള്ളൂ, കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഞാൻ അതിൽ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചാലും അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരും, അവിടെയും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഗമ്മ് ആയിട്ട് യൂസ് ചെയ്ത മൈദേൻ്റെ ആ കോട്ടില്ലേ അതിലേക്കൊന്ന് മുക്കിയെടുത്തിട്ട് ഒരു സൈഡ് മുക്കിയെടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിൽ അത് ഇന്നലത്തെ ബാക്കി ആ ഒരു ബ്രെഡ് പൊടി ഉണ്ടായിരുന്നില്ലേ അതാണത്, അതിലേക്കൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ രണ്ട് സൈഡും ചെയ്തെടുക്കുക. എല്ലാ പിന്നെ റോളും അതുപോലെ ചെയ്തെടുക്കുക. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് പുറത്തേക്ക് ചാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിരിക്കും പുറത്ത്, നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കഴിക്കാനായിട്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ പൊട്ടറ്റോയും ചിക്കനൊക്കെ ആയിട്ടുള്ളൊരു ഫില്ലിങ്സും വെറൈറ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതായത് ഇതുപോലെ രണ്ട് സൈഡും ഞാൻ പിന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലും മൈദയിലും ആയിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതേ റോള് തന്നെ നമുക്ക് പിന്നെ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ചെയ്യാം, ബീഫ് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. സെയിം മെത്തേഡിൽ തന്നെ റോൾ ചെയ്തെടുത്താൽ മതി. ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം ആവാനാകുമ്പോൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടിരിക്കുക. നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തണുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓട്ടട ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഓട്ടട ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ എങ്ങനെയാണെന്നോ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കാണുക. സിമ്പിളാണ്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഓട്ടട, കുട്ടികൾക്കും അതെ ഷെമിക്കാക്കും അതെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് ഓട്ടട ഉണ്ടാക്കി. എനിക്ക് നൈസ് പത്തിരി എന്ന് പറയുന്നത് അത്ര വലിയ ഇഷ്ടമുള്ളൊരു സാധനമല്ല. പിന്നെ നോമ്പ് തുടക്കം തന്നെ ഇങ്ങനെയുള്ള കടികൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ നൈസ് പത്തിരി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിതാ ഓട്ടട ഉണ്ടാക്കി ഏകദേശം തീരാനായപ്പോൾ നമ്മളെ പിന്നെ റോളും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കും റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാഴ്ചയിൽ ഇഷ്ടമുള്ളതേ അവർക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതാണ് ഒന്ന് മാറ്റി പിടിച്ചത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാല. അങ്ങനെ നമ്മളെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി. നമ്മളെ തേങ്ങാപ്പാലിൻ്റെ ഡ്രിങ്കും പിന്നെ സ്നാക്സും ഫ്രൂട്ട്സും എല്ലാമാണ് ഇന്നത്തെ നോമ്പ് തുറക്കുള്ളത്. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ ആണ്. കാര്യമായിട്ടുള്ള റെസിപ്പീസൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.